വെൽക്കം ടു വൈൽഡ് മാലോ. ഇന്നത്തെ വീഡിയോ 2025 ഏപ്രിൽ മാസം PSC ബുള്ളറ്റിന്റെ ആദ്യ ലക്കത്തിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ തോൽപ്പിച്ചത് ന്യൂസിലാൻഡിനെ. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ്, തോൽപ്പിച്ചത് ന്യൂസിലാൻഡിനെ. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് നടന്നത് എവിടെ? ദുബായ്. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് നടന്നതെവിടെ? ദുബായ്. രഞ്ജി ട്രോഫി കിരീടം നേടിയത് വിദർഭ തോൽപ്പിച്ചത് കേരളത്തെ. രഞ്ജി ട്രോഫി കിരീടം നേടിയത് വിദർഭ തോൽപ്പിച്ചത് കേരളം. രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് യാഷ് റാത്തോഡ്. രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് യാഷ് റാത്തോഡ്. രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഹർഷ ദുബൈ. രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഹർഷ ദുബൈ. ഏറ്റവും അടുത്തുള്ള റിപ്പോർട്ടുകൾ പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവുമധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനി. 274 ഉപഗ്രഹങ്ങളുണ്ട്. ഏറ്റവും അടുത്ത റിപ്പോർട്ടുകൾ പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവുമധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. 274 ഉപഗ്രഹങ്ങൾ. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റി കവൻട്രി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റി കവൻട്രി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയും ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ വ്യക്തിയുമാരാണ്? ക്രിസ്റ്റി കവൻട്രി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയും ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ വ്യക്തിയുമാരാണ്? ക്രിസ്റ്റി കവൻട്രി. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഫിൻലാൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം 118. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഫിൻലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 118. നഗരങ്ങളിലെ ഭൂവിവരണം ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതി നക്ഷ. നഗരങ്ങളിലെ ഭൂവിവരണം ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതി നക്ഷ. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് കൊച്ചി. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് കൊച്ചി. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2024 ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് മനു ഭാക്കർ. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2024 ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് മനു ഭാക്കർ. അടുത്തിടെ അന്തരിച്ച ഓസ്കാർ പുരസ്കാര ജേതാവായ ഹോളിവുഡ് നടൻ ജീൻ ഹാക്ക്മാൻ. അടുത്തിടെ അന്തരിച്ച ഓസ്കാർ പുരസ്കാര ജേതാവായ ഹോളിവുഡ് നടൻ ജീൻ ഹാക്ക്മാൻ. അടുത്തിടെ അന്തരിച്ച ബോക്സിംഗ് ഇതിഹാസ താരം ജോർജ് ഫോർമാൻ. അടുത്തിടെ അന്തരിച്ച ബോക്സിംഗ് ഇതിഹാസ താരം ജോർജ് ഫോർമാൻ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഗാനരചയിതാവ് മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഗാനരചയിതാവ് മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. അടുത്തിടെ അന്തരിച്ച വിഖ്യാത സോവിയറ്റ് ചെസ് താരവും ലോക ചാമ്പ്യനുമായിരുന്ന വ്യക്തി ബോറിസ് സ്പാസ്കി. അടുത്തിടെ അന്തരിച്ച വിഖ്യാത സോവിയറ്റ് ചെസ് താരവും ലോക ചാമ്പ്യനുമായിരുന്ന വ്യക്തി ബോറിസ് സ്പാസ്കി. ആദ്യ സംസ്ഥാന PSC മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, തിരുവനന്തപുരം. ആദ്യ സംസ്ഥാന PSC മ്യൂസിയം ഉദ്ഘാടനം ചെയ്തതെവിടെ? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, തിരുവനന്തപുരം. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് റിയാദ്, സൗദി അറേബ്യ. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് റിയാദ്, സൗദി അറേബ്യ. കൊല്ലം കോർപ്പറേഷൻ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഹണി ബെഞ്ചമിൻ. കൊല്ലം കോർപ്പറേഷൻ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഹണി ബെഞ്ചമിൻ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ചെയർമാനായി നിയമിതനായത് തുഹിൻ കാന്ത പാണ്ഡെ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് തുഹിൻ കാന്ത പാണ്ഡെ. 2025 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ M ലീലാവതി. 2025 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ M ലീലാവതി. 2025 മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡിന് അർഹനായത് NSK ഉമേഷ്, എറണാകുളം ജില്ലാ കളക്ടറാണ്. 2025 മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡിന് അർഹനായത് NSK ഉമേഷ്, എറണാകുളം ജില്ലാ കളക്ടർ.
പോൾ വാൾട്ടിൽ 11ാമത് തവണയും ലോക റെക്കോർഡ് നേടിയത് അർമാൻഡ് ഡുപ്ലാന്റിസ്. പോൾ വാൾട്ടിൽ 11ാമത് തവണയും ലോക റെക്കോർഡ് നേടിയത് അർമാൻഡ് ഡുപ്ലാന്റിസ്. നവരത്ന പദവി ലഭിച്ചത് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനും. നവരത്ന പദവി ലഭിച്ചത് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനും. കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ചത് തൃപ്രങ്ങാട് പഞ്ചായത്ത്, മലപ്പുറം. കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ചത് തൃപ്രങ്ങാട് പഞ്ചായത്ത്, മലപ്പുറം. കേന്ദ്ര ലോ സെക്രട്ടറിയായി നിയമിതയായത് അഞ്ജു രതി റാണ. കേന്ദ്ര ലോ സെക്രട്ടറിയായി നിയമിതയായത് അഞ്ജു രതി റാണ. ഇന്ത്യയിലെ ആദ്യ വനിതാ സെക്രട്ടറിയായി നിയമിതയായത് അഞ്ജു രതി റാണ. ഇന്ത്യയിലെ ആദ്യ വനിതാ സെക്രട്ടറിയായി നിയമിതയായത് അഞ്ജു രതി റാണ. സ്വന്തമായി ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമാകാൻ ഒരുങ്ങുന്നത് അസം. സ്വന്തമായി ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമാകാൻ ഒരുങ്ങുന്നത് അസം. 2025 എന്നാണ് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും വർക്കല ശിവഗിരി മഠത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിന്റെ 100ാം വാർഷികം ആചരിച്ചത്. മാർച്ച് 12. 2025 എന്നാണ് മഹാത്മാഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും വർക്കല ശിവഗിരി മഠത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിന്റെ 100ാം വാർഷികം ആചരിച്ചത്. മാർച്ച് 12. ലോക ജൂനിയർ ചെസ് കിരീടം നേടിയത് ഇന്ത്യ. ലോക ജൂനിയർ ചെസ് കിരീടം നേടിയത് ഇന്ത്യ. ഫിഡെ അണ്ടർ 20 ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്കു വേണ്ടി കിരീടം നേടിയത് പ്രണവ് വെങ്കിടേഷ്. ഫിഡെ അണ്ടർ 20 ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്കു വേണ്ടി കിരീടം നേടിയത് പ്രണവ് വെങ്കിടേഷ്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ല. 59ാമത് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ല. ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം നേടുന്ന ആദ്യ എഴുത്തുകാരൻ വിനോദ് കുമാർ ശുക്ല. ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം നേടുന്ന ആദ്യ എഴുത്തുകാരൻ വിനോദ് കുമാർ ശുക്ല. ആകാശഗംഗകളെക്കുറിച്ചുള്ള സമഗ്ര പഠനത്തിന് നാസ വിക്ഷേപിച്ച ദൂരദർശിനി സ്പിയറെക്സ്. ആകാശഗംഗകളെക്കുറിച്ചുള്ള സമഗ്ര പഠനത്തിന് നാസ വിക്ഷേപിച്ച ദൂരദർശിനി സ്പിയറെക്സ്. 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ ജേതാക്കളായത് കേരളം. 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ ജേതാക്കളായത് കേരളം. ഇന്ത്യയുടെ 58ാമത് കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ച ദേശീയോദ്യാനം മാധവ് ദേശീയോദ്യാനം, മധ്യപ്രദേശ്. ഇന്ത്യയുടെ 58ാമത് കടുവ സങ്കേതമായിട്ട് പ്രഖ്യാപിച്ച ദേശീയോദ്യാനം മാധവ് ദേശീയോദ്യാനം, മധ്യപ്രദേശ്. ഇന്ത്യയുടെ 58ാമത് കടുവ സങ്കേതമായി പ്രഖ്യാപിച്ച ദേശീയോദ്യാനം മാധവ് ദേശീയോദ്യാനം, മധ്യപ്രദേശ്. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് മാർക്ക് കാർണി. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് മാർക്ക് കാർണി. UK-യിലെ പാർലമെന്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് തെലുങ്ക് നടൻ ചിരഞ്ജീവിക്കാണ്. UK-യിലെ പാർലമെന്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് തെലുങ്ക് നടൻ ചിരഞ്ജീവി. 2021-22 വർഷത്തെ കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം ലഭിച്ചത് MK സാനുവിനും M മുകുന്ദനുമാണ്. 2021-22 വർഷത്തെ കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം ലഭിച്ചത് MK സാനുവിനും M മുകുന്ദനും. കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിതമായത് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിതമായത് തിരുവനന്തപുരം. സ്വീസ് വായു ഗുണനിലവാര സാങ്കേതിക കമ്പനിയായ IQ എയറിന്റെ 2024 റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5. 1ാം സ്ഥാനം ചാഡ്, 2ാം സ്ഥാനം ബംഗ്ലാദേശ്, 3ാം സ്ഥാനം പാകിസ്ഥാൻ, 4ാം സ്ഥാനം കോങ്കോ. സ്വീസ് വായു ഗുണനിലവാര സാങ്കേതിക കമ്പനിയായ IQ എയറിന്റെ 2024 റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5. 1ാം സ്ഥാനം ചാഡ്, 2ാം സ്ഥാനം ബംഗ്ലാദേശ്, 3ാം സ്ഥാനം പാകിസ്ഥാൻ, 4ാം സ്ഥാനം കോങ്കോ. പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതയായത് അജയ് സേത്ത്. പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്ത്. 2025 പുരുഷ വനിതാ കബഡി ലോകകപ്പുകൾക്ക് വേദിയാകുന്നത് ഇംഗ്ലണ്ട്. 2025 പുരുഷ വനിതാ കബഡി ലോകകപ്പുകൾക്ക് വേദിയാകുന്നത് ഇംഗ്ലണ്ട്. വളർന്നുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.
വളർന്നുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. കേരളത്തിൽ ലഹരി വ്യാപകം തടയുന്നതിനായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളം. ഇത്രയും കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.